ഈ പൗർണമിയും അമാവാസ്യയും ഹിന്ദുക്കളുടെ പുരാണങ്ങളനുസരിച്ച് ഒരുപാട് കഥകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. നീചകർമ്മങ്ങൾ, അതായത് നമുക്കിപ്പോൾ ശത്രുവിന് പണി കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ദിവസമാണ് കർത്തവാവ്. അമാവാസ്യ ദിവസം മാത്രമല്ല, ചൊവ്വ, വെള്ളി തുടങ്ങിയ ദിവസങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പൗർണമിയിൽ നമ്മൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കുറവായിരിക്കും. റിസൾട്ട് പൊതുവെ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പലരും ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് സുജേഷ് ശൂരനാടാണ്. ചേട്ടാ നമസ്തേ. നമസ്കാരം. ഇപ്പോൾ അങ്ങ് വർഷങ്ങളായിട്ട് സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരു അസ്ട്രോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ പൗർണമിയും അമാവാസ്യയും. ഹിന്ദുക്കളുടെ പുരാണങ്ങളനുസരിച്ച് ഒരുപാട് കഥകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ ഈ സമയങ്ങളിൽ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മാനസിക നില തെറ്റിയതുപോലെ നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഈ ജ്യോതിഷപരമായിട്ട് ഇതിനെന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ? നമ്മൾ ഈ അമാവാസി അല്ലെങ്കിൽ കറുത്ത ദിവസം തന്നെ, കർത്തവാവ് എന്ന് പറയുന്ന ദിവസം തന്നെ ഒരു പൊതുവെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദിവസമല്ല. അതായത് അന്നത്തെ ദിവസം നമ്മൾ കൂടുതലും നീചകർമ്മങ്ങൾ, അതായത് നമുക്കിപ്പോൾ ശത്രുവിന് പണി കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ദിവസമാണ് കർത്തവാവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ നെഗറ്റീവ്സ് ഏറ്റിട്ടുള്ള ആളുകൾക്ക് ഈ അമാവാസ്യ ദിവസമൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഭാരദോഷ ദുരിതങ്ങളൊക്കെ ഏറ്റിട്ടുള്ള ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടാവും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവും. അതിൻ്റെ പിന്നിൽ ഇതാണ് കാരണം. അവർക്ക് ശക്തമായിട്ടുള്ള ആഭിചാര ദോഷ ദുരിതമോ നെഗറ്റീവ്സോ വന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റീസൺ. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് മാത്രമല്ല, ഈ കർത്തവാവ് അമാവാസ്യ ദിവസം മാത്രമല്ല, ചൊവ്വ, വെള്ളി തുടങ്ങിയ ദിവസങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതിന് മെയിൻ റീസൺ ഈ പറയുന്നത് പോലെ അവർക്ക് വന്നിട്ടുള്ള ബാധയും പിന്നെ കർമ്മം ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ മഠാധിപതി, സേവാമഠാധിപതി, അവർക്ക് വന്നിട്ടുള്ള ബാധ വന്നിട്ട് മൂർത്തിയുടെ സേവാമഠാധിപതിയായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഈ ബന്ധമുള്ള മഠാധിപതി കർമ്മം ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം അവർക്ക് ശാരീരികമായിട്ടുള്ള ശക്തമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം അവർക്ക് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അതെങ്ങനെയാണ് ഈ സേവാ മഠാധിപതി? അത് മനസ്സിലായി. സേവാ മഠാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ ഒരു മൂർത്തിനെ വെച്ച് സേവിക്കുകയാണ്, മാന്ത്രികനാണ്. ഒരു മാന്ത്രികൻ ഒരു മൂർത്തി, ഞാനിപ്പോ ഒരു മാന്ത്രികനാണ്. മാന്ത്രികൻ. താങ്കൾക്ക് കുറെ അധികം ഉപാസനാമൂർത്തികളും വെച്ചാരാധനകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ വെച്ചിട്ടാണ് താങ്കൾ മറ്റൊരാൾക്ക് പണി കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ താങ്കൾ അതിന് ശക്തമായിട്ടുള്ള കർമ്മം കൊടുക്കുന്ന ദിവസം, അവിടെ ശക്തി ആർജിക്കുന്ന ദിവസം, അപ്പം ഈ പണി കിട്ടിയിട്ട് ആ ദേവത ബാധയിൽ വന്നിട്ടുള്ള ആളുകൾക്കും ശക്തമായിട്ടുള്ള അയാൾ ആഭിചാരം ചെയ്തിട്ടുള്ള ആരാണോ അവർക്ക് ആ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, കൂടുതലുണ്ടാവും. അതിന് സേവാമഠത്തിൽ ബന്ധം ഉണ്ടെങ്കിൽ, സേവാമഠത്തിൽ ബന്ധം ഇല്ലെങ്കിൽ വലിയ ഈ പറയുന്ന പോലെ നെഗറ്റീവ്സ് കിട്ടുന്നു. അവർക്ക് ജീവിതത്തിലുടനീളം പല കാര്യങ്ങളും കപ്പിലും ചുണ്ടിലും ഇടവെച്ച് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് പല കാര്യങ്ങളും കിട്ടിയെന്ന് വിചാരിക്കും, പക്ഷെ അവസാന നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഭാഗ്യക്കുറവെന്നൊക്കെ പറയും ചില ആളുകൾക്ക്. ഇത്രയും ഭാഗ്യം കിട്ടാനാണോ ഞാനെന്നൊക്കെ ഇങ്ങനെ ചില ആളുകൾ സ്വയം വിമർശിക്കുന്ന കേട്ടിട്ടില്ലേ? അതാണ് അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ പൗർണമി ദിനങ്ങളിലോ, പൗർണമി ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ ദേവതകൾക്ക്, സാത്വിക ദേവതകൾക്ക് കൂടുതൽ ബലമുള്ള ദിവസമാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ നമ്മൾ വഴിപാട് നടത്തുമ്പം മറ്റു ദിവസങ്ങളിൽ നടത്തുന്നത് പോലെയുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. കാരണം ദേവത ഓവർ ബലത്തിലിരിക്കുന്ന ദിവസമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് വഴിപാടുകളൊക്കെ ചെയ്യുമ്പം വലിയ റിസൾട്ടിലേക്ക് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. പൗർണമിയിൽ നമ്മൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കുറവായിരിക്കും. റിസൾട്ട് പൊതുവെ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ആ ദേവത ഓവർ ലിമിറ്റ് ആയിട്ടിരിക്കുന്ന ദിവസമാണ്. ഒരു ദേവതയ്ക്ക് അത്രയും ശക്തിയുള്ള സമയത്തല്ലേ അവർക്ക് കൂടുതൽ അനുഗ്രഹിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ശക്തി പകരാൻ കഴിയുന്നത്? അല്ല, ദേവത ഓവറാണ്, ഓവർ ചൈതന്യമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി. ഇപ്പൊ തീ ആയാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിലല്ല അത് ഉപയോഗിച്ച് നമുക്ക് ചായ ഇടാൻ പറ്റുള്ളൂ. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ത് സംഭവിക്കും? മൊത്തത്തിൽ കത്തിപ്പിടിച്ച് പോകില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ആ ഓവറായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കാൻ ദേവത തയ്യാറാവില്ല. മാന്ത്രികത്തിലായാലും ഈ പറയുന്നത് എന്താണ്, നമ്മൾ ആ ദേവതയെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ്. പണിയെടുപ്പിക്കുന്നതാണ് മാന്ത്രികം. അത് കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇരുത്തേക്കണ ഉപാസിക്കണ ദേവതയെ കുടിയിരുത്തേക്കണം. ആ കുടിയിരുത്തേക്കണ ദേവതയെ കൊണ്ടാണ് പണിയെടുപ്പിക്കണേ. പണിയെടുപ്പിക്കണമെങ്കിലോ ഇയാൾ ഈ കർമ്മി പറയുന്നത് അയാൾ ആ ദേവത കേൾക്കണമെങ്കിൽ കർമ്മിയും ഈ പറയുന്ന ദേവതയും തത്വമില്ലായിട്ട് നിന്നിട്ട് വേണം കർമ്മം ചെയ്യാൻ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ കർമ്മം വിജയിക്കുകയുള്ളൂ. അതാണ് വ്യത്യാസം വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഈ ദോഷങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കുമോ? നമ്മൾ സാധാരണ രീതിയിൽ ഈ പറയുന്ന നെഗറ്റീവ്സ് വരുന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് കണ്ടുവരാറുള്ളത്. പൊതുവെ പുറമെ അങ്ങനെ മറ്റാർക്കും ഇങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം.
ഇപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ അഭിവൃദ്ധി. ഇപ്പോൾ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പലരും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന പലരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമാവാസി ദിവസങ്ങളായിരിക്കും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി അമാവാസി ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാണ്. ചാത്തനൊക്കെ പ്രാധാന്യമുള്ള അത് കുറച്ച്, അതായത് ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ദേവതകൾക്ക്, നീചത്തിൽ കർമ്മം കൊടുക്കുന്ന ദേവതകൾക്ക്, അതായത് മധ്യമത്തിലൊക്കെ കർമ്മം കൊടുക്കുന്ന ഉത്തമത്തിലല്ല മധ്യമത്തിൽ കർമ്മം കൊടുക്കുന്ന ദേവതകൾക്ക് ഈ പറയുന്ന ദിവസങ്ങളിൽ അമാവാസി ദിവസത്തിലെ കർമ്മം കൊടുത്താൽ റിസൾട്ട് കൂടുതലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞത്, നമുക്കൊരുത്തരം പണി കൊടുക്കണമെങ്കിൽ ആ ദിവസം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞതിന്റെ കാരണം. സ്വാഭാവികമായിട്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നല്ല ദേവതകൾക്ക് പൗർണമിയിൽ കൊടുക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ. നീചം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദേവതയ്ക്ക് നീചത്തിന് വേണ്ടി അതാ ചന്ദ്രന് ബലം കുറയുന്ന ദിവസമാണ്. മറ്റുള്ള ദേവതകൾക്ക് ബലം കുറയും, നീചത്തിന് ബലം കൂടുകയാണ്. അപ്പൊ നമ്മൾ നീചമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആ എന്നെ ഇരട്ടി റിസൾട്ട് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ പക്ഷെ പൗർണമിയിൽ അപ്പോ ഇവിടെ കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കാം. പക്ഷെ അതിന് എത്രത്തോളം റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം റിസൾട്ട് ആണെന്ന് നോക്കണേ. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെള്ളമായിട്ട് നീച ദേവതകൾക്ക് അല്ലെങ്കിൽ ക്ഷിപ്രപ്രസാദിയായ ദേവതകൾക്ക് അമാവാസിയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ തിരിച്ച് നേരെ ഈ പറയുന്ന അമാവാസി ദിവസങ്ങളിൽ അമാവാസി ദിവസം പൂജ കൊടുക്കുന്ന ദേവതയ്ക്ക് ഈ പറയുന്ന പോലെ വെളുത്തവാവിന് അല്ലെങ്കിൽ വെളുത്തവാവിന് നമ്മൾ കർമ്മം കൊടുക്കുമ്പോൾ അതിന് റിസൾട്ട് കുറവായിരിക്കും. ആ ദേവതയ്ക്ക് അന്ന് കർമ്മം ചെയ്യുമ്പോൾ റിസൾട്ടിന് ഒരു പവർ കുറവുണ്ടാവും. അതാണ് വ്യത്യാസം. അപ്പോ ഈ ദിവസം ആ ദേവതയെ എന്തിനു വേണ്ടി കുടിയിരുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആര് കുടിയിരുത്തിയിരിക്കുന്നു, ആ കുടിയിരുത്തിയ മൈൻഡ് എന്താണ്? തന്ത്രിയുടെ മൈൻഡാണ്. അതായത് കുടിയിരുത്തുന്ന ആളെയാണ് തന്ത്രി എന്ന് പറയാം. കുടിയിരുത്തുന്ന ആ മഠാധിപതി അയാളുടെ മൈൻഡ് എന്താണോ ആ മൈൻഡ് തന്നെ ആയിരിക്കും ആ ദേവതയും കാണിക്കാം. അപ്പോൾ ഉത്തമത്തിലുള്ള ആളാണ്, ആരെയും ദ്രോഹിക്കരുത് എന്നുള്ളൊരു മൈൻഡാണ് എങ്കിൽ ആ ദേവതയ്ക്ക് ഒരു മൈൻഡായിരിക്കും. ആരെയും പണത്തിന് വേണ്ടി എന്തും ചെയ്യാന്നുള്ളൊരു മൈൻഡാണ് കുടിയിരുത്തുന്നതെങ്കിൽ ആ ദേവതയ്ക്ക് ഒരു മൈൻഡ് ഉണ്ടാവും. അതാണ് അതിനകത്ത് വ്യത്യാസം വരും. അപ്പോൾ ഈ ദിവസങ്ങൾ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് നിത്യം 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക. വീടുകൾ സന്ധ്യാസമയത്ത് 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. സന്ധ്യാസമയത്ത് 5 തിരിയിട്ടുള്ള വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ദേവിമാർക്ക് പ്രാധാന്യം കൊടുത്ത് പോകുന്ന ആൾക്കാരാണ് 7 തിരിയിട്ട് വിളക്ക് കത്തിക്കാം. പിന്നെയുള്ള വരുന്നത് നവമാൽ സർവ്വദേവത 9 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് സർവ്വദേവതകൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പക്ഷെ നോർമലി അത്രയും തിരിയൊന്നും ഇട്ട് കത്തിക്കാനൊന്നും പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. 5 തിരിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് വലിയൊരു ചോദ്യമുണ്ട്. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങൾ എങ്ങനെയാണ് അഭിവൃദ്ധി തരുന്നത് എന്നൊരു ചോദ്യം. നമ്മൾ ഓരോ തിരിയും കത്തിക്കുന്ന ഓരോ ദേവതയെ സങ്കല്പിച്ചിട്ടാണ് അല്ലേ? അപ്പം നമ്മൾ ആ ദേവതാ ചൈതന്യത്തിന് ആ വിളക്കിലാണ് സങ്കല്പിക്കുന്നത്. സങ്കല്പിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ സാധാരണപ്പെട്ട ആളുകൾ, ഇപ്പോൾ നമ്മളിത് കാണുന്ന പല ആളുകളും ഉപാസനയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആളുകളായിരിക്കും. അത് സാധാരണ വീടുകളിൽ എല്ലാ ദിവസവും സന്ധ്യാദീപം കത്തിക്കുന്നത് പോലെ കത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ 5 തിരിയിട്ട് കത്തിക്കുമ്പോൾ അവർക്കറിയത്തില്ലല്ലോ ഏത് ദേവതയാണ്. ഇപ്പോൾ അങ്ങ് പറയുന്നു 5 തിരിയിട്ട് കത്തിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ചിലർ 5 തിരിയിട്ട് കത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് ഉപകാരപ്രദമാകുന്നത്? ഇപ്പൊ അവർക്ക് ദേവതാ ഉപാസനയോ മറ്റു കാര്യങ്ങളും ഇല്ലല്ലോ. ഉപാസനയൊന്നും വേണമെന്നില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടദേവത ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ തിരി ഇപ്പൊ ഗണപതിയെ ധ്യാനിച്ച് കത്തിക്കാം അല്ലേ? സ്വാഭാവികമായിട്ടും ആദ്യത്തെ തിരി നമുക്ക് ഗണപതി ധ്യാനിച്ച് കത്തിക്കാം. രണ്ടാമത്തെ തിരി സരസ്വതിയെ ധ്യാനിച്ച് കത്തിക്കാം. മൂന്നാമത്തെ തിരി സുബ്രഹ്മണ്യൻ ശാസ്താനെ ധ്യാനിച്ച് കത്തിക്കാം. 4-മത്തെ തിരി നമുക്ക് മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണസ്വാമിയെയും നരസിംഹസ്വാമിയെയും ധ്യാനിച്ച് കത്തിക്കാം. 5-മത്തെ തിരി നമുക്ക് ഗ്രാമദേവതയും കുടുംബ പരദേവതകളെല്ലാം ധ്യാനിച്ച് കത്തിക്കാം. മഹാദേവനെ ധ്യാനിച്ച്, നാഗദേവകളെ ധ്യാനിച്ച്, എല്ലാവരെയും ധ്യാനിച്ച് നമുക്ക് കത്തിക്കാം. അപ്പം ഈ പറയുന്ന ഈ ദേവതകളെ ധ്യാനിച്ച് നമ്മൾ കത്തിക്കുമ്പോൾ തന്നെ ആ ദേവതയുടെ സാന്നിധ്യത്തിലേക്ക് വരും. നമ്മുടെ മനസ്സാണ് ഈശ്വരൻ അല്ലേ? നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ദേവത ഇവിടെ വരും നോർമലി. അതിന് ഈ പറയുന്നത് മൂലമന്ത്രവും ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു വിളക്ക് വെച്ചിട്ട് 3 പ്രാവശ്യം പൂവ് എടുത്തിട്ട് നമ്മൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് പൂവിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ശരിക്കും ഈശ്വര വിശ്വാസമുള്ള ആളാണ്, അയാൾക്ക് ദേവതയായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ അയാൾ വിളിക്കുമ്പോൾ ആ ദേവതയുടെ സാന്നിധ്യം അവിടെ വരും, ചൈതന്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ 1 തിരിയിട്ട് വിളക്ക് കത്തിച്ചാലും മതിയാകില്ലേ? 1 തിരിയിട്ട് കത്തിക്കുന്നതിനകത്ത് 1 തിരി കത്തിക്കുന്നത് അഭിവൃദ്ധി തന്നെ ഉണ്ടാവും. 1 തിരിയിട്ട് കത്തിക്കുന്ന ഗണപതി വിളക്കെന്നാണ് പറയാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ 1 തിരിയിട്ട് കത്തിക്കുന്നതിനേക്കാളും അഭിവൃദ്ധി കൂടുതലായിട്ട് കണ്ടുവരുന്നതും പഴയ തറവാടുകളായാലും എല്ലായിടത്തും നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന 5 തിരിയിട്ടുള്ള വിളക്കുകളാണ്. പഴയ തറവാടുകളിലായാലും അവർ കൂടുതലും അകത്ത് പൂജാമുറിയിൽ കത്തിക്കുന്ന 5 തിരിയിട്ടുള്ള വിളക്കാണ്. പിന്നെ ഉമ്മർത്താണ് ഈ പറയുന്ന 1 തിരിയിട്ട് ഒരു തൂക്കുവിളക്ക് കൊടുത്തു. തൂക്കുവിളക്ക് കൊടുത്തുന്നത് നല്ലതാണ്, ഐശ്വര്യം ഉണ്ടാവും. അതേപോലെ പഴയ തറവാടുകളിലൊക്കെ പിന്നെ കണ്ടിട്ടുണ്ടാകും നെൽക്കതിറിന്റെ
കതിർക്കുല ഇട്ടിട്ട് തൂക്കിയിടുന്നതും അഭിവൃദ്ധിക്ക് നല്ലതാണ്, ഗുണകരമാണ്. മെയിനായിട്ട് ഈ വക കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്, ആചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് സാധാരണ ഒരാൾക്ക്. പിന്നെ നമ്മുടെ ദേശദേവതയ്ക്കും നമ്മുടെ കുലദേവതയ്ക്കും നമ്മുടെ ധർമ്മദേവതയ്ക്കും വഴിപാട് കൊടുക്കുക, നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന് പ്രാധാന്യം. ഇപ്പം നമ്മൾ നമ്മുടെ കുലദേവതകളെ പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരുമോ? അത് ഡിപ്പെൻഡബിൾ ആണ്. അതായത് ഇപ്പം ആൾക്ക് വന്നിട്ടുള്ള നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആചാര്യനെ കണ്ടെത്തി വന്നിട്ടുള്ള ഭാരദോഷ ദുരിതങ്ങളെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ ആവാഹിച്ച് മാറ്റുക, അല്ലെങ്കിൽ എന്താണോ അതിന്റെ പരിഹാരം അത് ചെയ്യണം. ഒന്നാമത്തെ കാര്യം. പിന്നെ ധർമ്മദേവതയും പിതൃക്കളും ഒക്കെ ഉണ്ട് എങ്കിലും ഒരു പരിധി വരെ നെഗറ്റീവ്സ് ചെന്ന് പെടില്ല, അവര് റീഡയറക്റ്റ് ചെയ്യപ്പെടും, വഴിതിരിച്ച് വിടും. നെഗറ്റീവ്സ് ചെന്ന് ചാടാതെ കൊണ്ട് അവരെ വഴിതിരിച്ച് നേർവഴിക്ക് വിടും. അതാണ് അതിനകത്ത് വ്യത്യാസം വരുന്നത്. ധർമ്മദേവനും പിതൃക്കിന്റെയും അനുഗ്രഹം ഇല്ലാത്തവരാണ് ഈ പറയുന്ന പോലെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്, നെഗറ്റീവ്സിലേക്കൊക്കെ നിന്ന് വീഴുന്നതൊക്കെ ചെയ്യാം.